തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാകുന്നില്ലെന്ന പരാതി. പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ പലയിടത്തും ബാലറ്റ് എത്തിയില്ല. 10,000-കണക്കിന് പേർക്ക് വോട്ട് നഷ്ടപ്പെട്ടു എന്നാരോപിച്ച് NGO യൂണിയൻ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പോസ്റ്റൽ വോട്ടിൽ ചെയ്യുന്നതിന് പല തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് പരാതികൾ വരുന്നുണ്ട്. NGO അസോസിയേഷന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഉമാശങ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ പോസ്റ്റൽ വോട്ട് ചെയ്ത് ക്ലിയർ പോകലാണ്. ഇത്തവണ നിരവധി പരാതികൾ വരുന്നുണ്ട്. എങ്ങനെയാണ് സംസ്ഥാന വ്യാപകമായൊരവസ്ഥ? അല്ല, സംസ്ഥാന വ്യാപകമായി ഈ വിഷയം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. NGO അസോസിയേഷൻ ഈ വിഷയത്തിൻ്റെ ഗൗരവം ചീഫ് ഇലക്ഷൻ ഓഫീസറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 140 നിയോജകമണ്ഡലങ്ങളിലും പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ട ആളുകൾ, വനിതകൾ ഉൾപ്പെടെയുള്ള ബാങ്ക് ജീവനക്കാരും സംസ്ഥാന സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെയും അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ നിഷേധിക്കപ്പെടുന്നത്. 2-ാം തീയതി വരെയാണ് പോസ്റ്റൽ ബാലറ്റിന് ഉള്ള അപേക്ഷ. പോസ്റ്റൽ ബാലറ്റ് എന്നിപ്പോൾ യഥാർത്ഥത്തിൽ ആ മുൻകാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതികളിലാണ് പോസ്റ്റൽ ബാലറ്റിൻ്റെ അപേക്ഷ നൽകേണ്ട ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നത്. 2-ാം തീയതി വരെ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അതിൽ തന്നെ നിരവധി ആളുകൾക്ക് ആ വോട്ട് ചെയ്യാനുള്ള അപേക്ഷ സമയത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഈ വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് ഇലക്ഷൻ ക്ലാസുകൾ നടക്കുന്ന സ്ഥലങ്ങളിലും ജില്ലകൾ കേന്ദ്രീകൃതമായി പ്രത്യേകം സജ്ജമാക്കിയ മേഖലകളിലും വോട്ട് ചെയ്യാനുള്ള ക്രമീകരണം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ പോലും വിവിധ ജില്ലകളിൽ, ഇപ്പോൾ പാലക്കാട് ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ, ഒരുപാട് നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലകളിൽ അതിൻ്റെ ക്രമീകരണം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പോസ്റ്റൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ രേഖയില്ലാത്ത കാരണം വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അല്ല, അവരെ ഇപ്പം ജോലിയുള്ള ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ട്രെയിനിങ് സെൻറ്ററിൽ എത്തുമ്പോൾ അവരെ മുൻപ് ആ സമയത്തിന് അപേക്ഷ കൊടുത്ത് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വന്ന് അവിടെ എത്തുമ്പോൾ ബാലറ്റ് പേപ്പറുകൾ അവിടെ ലഭ്യമല്ലാതാകുന്ന സാഹചര്യമാണ് അതിനകത്തുള്ളത്. 8-ാം തീയതി വരെ ഈ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതിനകത്ത് പരിശോധിക്കപ്പെടുമ്പോൾ ഓരോ ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങളിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അപേക്ഷകരായി വരുമ്പോൾ അവർക്ക് അന്നേ ദിവസം 8-ാം തീയതി പോളിംഗ് മെറ്റീരിയലുകളുമായി വ്യത്യസ്ത ബൂത്തുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ ആ പോകുന്നതിൻ്റെ ഇടയിൽ ദീർഘമായ സമയം ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പല ജില്ലകളിലും 1.5-2 മണിക്കൂറും ഒക്കെ ക്യൂ നിന്നിട്ട് പോലും ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് നിയോഗിച്ച് വോട്ട് ചെയ്യാനും മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണ്. പോസ്റ്റൽ വോട്ട് സംബന്ധിച്ച് നേരത്തെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല, വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 300-ഉം 350-ഉം വോട്ടിനൊക്കെ ജയിക്കുന്ന നിർണായകമായ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അവിടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകളുടെ വിലപ്പെട്ട വോട്ടവകാശം നിഷേധിക്കുന്നത് ആ മണ്ഡലങ്ങളിലെ ജനവിധിയെ തന്നെ അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇന്നത്തെ സൃഷ്ടിക്കുക. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇത്തരം മേഖലകളിൽ ഭരണപക്ഷത്തോട് ആഭിമുഖ്യമുള്ള സർവീസ് സംഘടനകളുടെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില മേഖലകളിൽ തെറ്റായി വോട്ട് ചെയ്തു പോയ നിയോഗിക്കപ്പെട്ട ജീവനക്കാരന് പകരം അതേ കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥ വോട്ട് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തരമായി പരിശോധനകൾ ജില്ലാതലങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള നിലപാടാണ് NGO അസോസിയേഷനുള്ളത്. എന്തായാലും കളക്ഷൻ സെന്ററിന് അടുത്തോ മറ്റോ എത്രയും പെട്ടെന്ന് തന്നെ വോട്ടുകൾ ചെയ്യാനുള്ള അവസരം ഒരുക്കണം. ഏറ്റവും കളക്ഷൻ സെന്ററിലേക്ക് മാത്രം മാറ്റി വയ്ക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇനിയും വോട്ട് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എന്നാലും വോട്ട് ചെയ്യിപ്പിക്കുന്ന ജീവനക്കാർക്ക്, ഉദ്യോഗസ്ഥർക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ശരിക്കും ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതിൽ അടിയന്തരമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.